നമസ്കാരം. ഇറാൻ ദുർബലമാണെന്ന അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും ആവർത്തിച്ചുള്ള വാദങ്ങൾക്ക് തിരിച്ചടിയായി ഇസ്രായേലിനെതിരെ മൂന്നാമത്തെ നേരിട്ടുള്ള ആക്രമണം ഏത് നിമിഷവും ഉണ്ടായേക്കാം എന്ന മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് ഇറാന്റെ മുതിർന്ന ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് കമാൻഡറായ അലി ഫതവിയാണ് ഇതു സംബന്ധിച്ച മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ഓപ്പറേഷൻ ട്രൂ പ്രോമിസ് 3 എന്ന് പേരിട്ടിരിക്കുന്ന പദ്ധതി ശരിയായ സമയത്ത് നടക്കുമെന്നും അദ്ദേഹം പറഞ്ഞതായി പ്രമുഖ ഇറാനിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഏപ്രിൽ ഒക്ടോബർ മാസങ്ങളിൽ ഇറാൻ മുമ്പ് ഇസ്രയേലിനെ മിസൈൽ ആക്രമണത്തിലൂടെ ലക്ഷ്യമിട്ടിരുന്നു. ഇറാന്റെ പ്രതിരോധ ശക്തി ദുർബലപ്പെടുത്തിയെന്ന് ആരോപിച്ച് ഒക്ടോബർ 26-ന് ഇറാനെതിരായ ഇസ്രയേൽ ആക്രമണത്തെ അമേരിക്കയും വാനോളം പുകഴ്ത്തിയിരുന്നു. എന്നാൽ തുടക്കം മുതൽ തന്നെ ഇസ്ലാമിക് റിപ്പബ്ലിക് എതിരാളികളിൽ നിന്നുള്ള ഭീഷണികളെ വിജയകരമായി അതിജീവിച്ചിട്ടുണ്ടെന്ന് ഫതവി വ്യക്തമാക്കിയിട്ടുണ്ട്. അമേരിക്കൻ ഐക്യനാടുകളെ ഗ്രേറ്റ് സാത്താൻ എന്ന് വിശേഷിപ്പിച്ചത് 1979 നവംബർ 5-ന് ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ സ്ഥാപകനായ ആയത്തുള്ള ഖമേനിയാണ്. അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ഇസ്രയേൽ സന്ദർശിച്ച ബെഞ്ചമിൻ നെതന്യാഹുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ ഇറാനെ നിയന്ത്രിക്കുന്നതിനെ കുറിച്ചും അതിന്റെ ആണവ വികസനം പരിമിതപ്പെടുത്തുന്നതിനെ കുറിച്ചും ചർച്ച നടത്തിയ ഒരു ദിവസത്തിന് ശേഷമാണ് അലി ഫതവിയുടെ പ്രസ്താവന പുറത്തു വന്നത്. ഗാസയിൽ യുദ്ധം ആരംഭിച്ചതു മുതൽ ഇസ്രയേൽ ഇറാന് വലിയ തിരിച്ചടി നൽകിയിട്ടുണ്ടെന്നും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പിന്തുണയോടെ നമുക്ക് ആ ജോലി പൂർത്തിയാക്കാൻ കഴിയുമെന്നതിൽ എനിക്ക് സംശയമില്ല എന്നും നെതന്യാഹു പറഞ്ഞിരുന്നു. ഇറാൻ പോലുള്ള ഒരു രാജ്യത്തിന്റെ കാര്യം വരുമ്പോൾ അവർക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. ഒരു വശത്ത് ഇറാനെ ഭീഷണിപ്പെടുത്തുകയും മറുവശത്ത് ഇറാന്റെ അഭിപ്രായങ്ങൾ പിന്തുണയ്ക്കുകയും ചെയ്യുന്നുണ്ട്. ഇറാനുമായുള്ളൊരു കരാറിന് ട്രംപ് നേരത്തെ താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ടെന്നും എന്നാൽ ഇറാന്റെ ആണവായുധ മേഖലയ്ക്ക് മേൽ ആദ്യ ഭരണകാലത്ത് കൊണ്ടുവന്ന സമ്മർദ്ദം വീണ്ടും കൊണ്ടുവരാൻ ട്രംപ് ശ്രമിക്കുകയും ചെയ്തുവെന്ന് ആരോപിച്ചിരിക്കുകയാണ് ഇറാൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് ഇസ്മയിൽ ബഖായി. 2024 ഏപ്രിൽ 13-ന് നടന്ന ഓപ്പറേഷൻ ട്രൂ പ്രോമിസ് 1 എന്ന ഇറാന്റെ ഇസ്രയേലിന് നേരെ നടത്തിയ ആക്രമണത്തിൽ 300-ലധികം മിസൈലുകളും ഡ്രോണുകളും ഉൾപ്പെട്ടിരുന്നു. ദമാസ്കസിൽ 2 ഇറാനിയൻ ജനറൽമാരെ കൊലപ്പെടുത്തിയതിന് പ്രതികാരമായിരുന്നു ഇറാന്റെ ഈ നടപടി. 2024 ഒക്ടോബർ 1-നാണ് ഓപ്പറേഷൻ ട്രൂ പ്രോമിസ് 2 നടന്നത്. മുൻ ഹിസ്ബുള്ള നേതാവ് ഹസൻ നസ്രുള്ള ഉൾപ്പെടെയുള്ള ഇറാനുമായി സഖ്യമുണ്ടാക്കിയ നേതാക്കളെ വധിച്ചതിന് പകരമായി ഇസ്രയേലി സൈനിക കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ട് ഏകദേശം 200 മിസൈലുകളാണ് ഇറാൻ തൊടുത്തുവിട്ടത്. ഈ വർഷം ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിൽ ഇസ്രയേൽ ആക്രമണം നടത്തുമെന്ന് അമേരിക്കൻ പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തതിന് ദിവസങ്ങൾക്ക് ശേഷമാണ് ഇറാന് ശത്രുക്കളുടെ ആക്രമണത്തെ ചെറുക്കാൻ കഴിയുമെന്ന് സുപ്രീം നേതാവ് അലി ഖമേനി മറുപടി നൽകിയത്. ഇറാന്റെ നിലപാട് എല്ലാവർക്കും വ്യക്തമാണ്. സമ്മർദ്ദത്തിനും ഭീഷണികൾക്കും വഴങ്ങി ഒരു ചർച്ചയും ഞങ്ങൾ നടത്തില്ലെന്ന് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കവേ അറാഗ്ചി പറഞ്ഞിരുന്നു. ഇറാന്റെ ആണവ പദ്ധതിയെ കുറിച്ച് അമേരിക്കയുമായി ഒന്നുകിൽ ഒരു കരാറിൽ എത്തുക അല്ലെങ്കിൽ കടുത്ത ആക്രമണങ്ങൾ നേരിടുക എന്ന ട്രംപിന്റെ നിർദ്ദേശത്തോടുള്ള ഇറാന്റെ മറുപടിയാണ് വിദേശകാര്യ മന്ത്രിയുടെ ഈ വാക്കുകൾ. ഇറാനെതിരെ പരമാവധി സമ്മർദ്ദവും പ്രമേയങ്ങളും കൊണ്ടുവരാൻ ശത്രുക്കൾ ശ്രമിച്ചെങ്കിലും അതിലൊന്നും ഇറാൻ പതറിയില്ലെന്നും അറാഗ്ചി കൂട്ടിച്ചേർത്തിട്ടുണ്ട്. അതിനിടയിൽ യുദ്ധകളത്തിൽ കൂടുതൽ സുരക്ഷിതവും കാര്യക്ഷമവുമായ ആശയവിനിമയം ഉറപ്പാക്കുന്നതിനായി 2 തരം നൂതന തന്ത്രപരമായ ആശയവിനിമയ വാഹനങ്ങളെ സേനയിലേക്ക് ഇറാൻ സംയോജിപ്പിച്ചതായി ഇറാനിയൻ മാധ്യമ പ്രസ് ടിവി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. IRGCയുടെ സൈനിക ശേഷിയിൽ വളർച്ച അടയാളപ്പെടുത്തിയ ഈ വികസനം കോർപ്സിന്റെ ചീഫ് കമാൻഡർ മേജർ ജനറൽ ഹൊസൈൻ സലാമിയുടെ സാന്നിധ്യത്തിൽ ഫെബ്രുവരി 17-നായിരുന്നു നടന്നത്.